ഇപ്പൊ വരാൻ പറ്റില്ല, ഇഞ്ചുകൾ കൂടുതലുണ്ട്. ഇവിടെ ഓട്ടോ ഒന്നും നിർത്താറില്ല. ഇന്ന് കാറ് കയറ്, ഞാൻ കൊണ്ടുവിടാം. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, എനിക്ക് നടക്കാൻ അറിയാം. പറയാനുള്ളത് ഞങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പതാ ഈ പേര് മറ്റിങ്ങോട്ട് വരരുത് കേട്ടോ. അത് അവൾക്കും കൂടി മോശം, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതല്ലമ്മേ, എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. കല്യാണം കണ്ടിട്ട് ഇത്രയും വർഷം മോന്റെ കൂടെ തന്നെയല്ലേ അവൾ ഉണ്ടായത്. അപ്പൊ ഇതുവരെ സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്തെല്ലാം ആണ് അവന്റെ മോളോട് അനുഭവിച്ചത്. ഒരു വേലക്കാരനെ പോലെയല്ലേ, അടിമയായിട്ടില്ലേ അവിടെ പണിയെടുത്തോണ്ടിരുന്നത്. എന്റെ മോൾക്ക് സുഖമില്ലാണ്ട് നിന്റെ കാല് പിടിച്ച് കരഞ്ഞ് അവള് പറഞ്ഞില്ലേ, എന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? എന്റെ മോൾക്ക് ഒന്നും പറയാനില്ല. അവള് പറയേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അമ്മ, എന്റെ തെറ്റ് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അവൾക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാണ്ട് ഓഫീസിൽ പോയത്. എനിക്കൊരു 2 മിനിറ്റ് സമയം മതി, ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം. മോനെ, ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് മൂപ്പര് വരാൻ സമയമായി. അവര് വന്ന് ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. മോള് പറഞ്ഞ ജീവന ഞങ്ങൾക്ക്. അപ്പൊ അവൾ ഇത്രയും അനുഭവിച്ചു എന്ന് പറയുമ്പോ ഇനി അവൾക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ ഉള്ളത്? മൂപ്പരൊന്ന് ഇറക്കി വിടണം. മുന്നേ മോൻ പോയിക്കോ, അതാ നല്ലത്. അല്ലെങ്കിൽ ആൾക്കാരുടെ മുൻപിൽ വെറുതെ. അമ്മ, ഞാൻ അവളോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് താ. ഞാൻ കുറെ ഫോൺ ചെയ്തവള്, അവളാണെങ്കിൽ എടുക്കുന്നില്ല. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എന്റെ മോളെ ഭർത്താവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ റെസ്പെക്റ്റോട് കൂടി സംസാരിച്ചത്. മോനെ, ഞാൻ ഒരു കാര്യം പറയലോ, എന്റെ നാവ് കൊണ്ട് ഇറങ്ങി പോന്ന് പറയിപ്പിക്കുന്ന ഇടവരുത്താണ്ട് പോകുന്നതാ നല്ലത്. അമ്മേ, എന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ വന്നത്? എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ, ഇവനോടൊക്കെ നീ എന്ത് സംസാരിക്കാനാ? ഇത്ര അനുഭവിച്ചൊന്നും പോരെ എനിക്ക്. എന്തായാലും എന്റെ കഴുത്തിൽ താലിയായിട്ട് ആളായി പോയി. എനിക്കും കുറച്ച് പറയാനുണ്ട്. അമ്മ തൽക്കാലം പോയിക്കും. സത്യം പറഞ്ഞ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ സ്വാർത്ഥ കാരണം ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അത് മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായി. നീ അവിടുന്ന് പോയപ്പോഴാണ് നിന്റെ വില എന്താന്ന് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞൊക്കെ നീ ഒന്നും മറക്ക്, രണ്ടു കൂടി നോക്കാം. ഇപ്പൊ ഞാൻ വരാം. പക്ഷെ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവില്ല എന്ന് എനിക്ക് എന്ത് ഉറപ്പാണുള്ളത്? 1-2 പ്രാവശ്യമല്ലല്ലോ ഇതിനൊക്കെ സംഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഈ പീഡനവും ഉപദ്രവവും ഒക്കെ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, നീ പോയി കഴിഞ്ഞപ്പോഴാണ് നിന്റെ ബലം മനസ്സിലായതെന്ന്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഓർക്കാൻ നല്ലത് മാത്രമേ ഉണ്ടാവും. കാരണം ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു നല്ലത് പോലും ഇല്ല എന്റെ മനസ്സിൽ. പിന്നെ ഞാൻ എന്തിന്റെ പേരിലാണ് ഇനി അങ്ങോട്ട് കയറി വരുന്നത്? എടാ, നീ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെ ഉറച്ചു നിന്നാ നാളെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കും? നിങ്ങളെ സഹിച്ച് ഗതി കെട്ടപ്പോഴാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു കുഞ്ഞുണ്ട്, അത് നല്ലൊരു ഭാവി ഉണ്ടെന്നൊക്കെ. ഇതുവരെ നിങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിന്നെയും കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കേ. എത്രയെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ ക്ഷമിക്കുക? സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഇങ്ങനെ കരഞ്ഞും അപമാനം സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? സത്യം പറഞ്ഞാൽ നിങ്ങളോട് നിൽക്കുമ്പോ ഞാൻ എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നില്ലായിരുന്നു. ഓരോ ദിവസവും ഞാൻ വിചാരിക്കും നിങ്ങൾ കുറച്ചുകൂടി സ്നേഹിച്ചാല്, അല്ലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായി ചെയ്താൽ നിങ്ങൾ മാറും. പക്ഷെ നിങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവം ഒന്നും ഒരിക്കലും മാറില്ല എന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അന്ന് ഞാൻ ശ്വാസം വിട്ടിട്ട് അത്രയും വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞു കാറ് കഴിയും. ഇനി നിങ്ങൾ പറയണ പോലെ എല്ലാം മറന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് അമ്മയില്ലാണ്ടായിപ്പോ. ഒരു കുട്ടിക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയാം? അച്ഛന്റെ അമ്മേന്റെ സ്നേഹവും പിന്നെ സന്തോഷമുള്ള ഒരു ചുറ്റുപാടും. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം എന്റെ മോനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാനോ അവന് സന്തോഷം കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. എടാ, അതല്ല, നിനക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നീ മാത്രം വിചാരിച്ചാ നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. തൽക്കാലം കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ചൊരു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവൻ കൂടെയുള്ള സമയത്ത് അങ്ങനെ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള തോന്നൽ പോലും നിങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ. അടുത്ത മാസം മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും.
അവനെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാ ഞാൻ അവനൊന്ന് കണ്ടിട്ടെങ്കിലും പോട്ടെ. അതെന്തായാലും വേണ്ട. ഞങ്ങളിവിടെ വേണ്ടി ഇത്ര ദിവസമായില്ലേ, ഇതുവരെയും അവന്റെ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പോലും അവൻ ചോദിച്ചിട്ടില്ല. അത്രയ്ക്കുണ്ട് നിങ്ങൾ അവന്റെ മനസ്സിലുണ്ടാക്കിയ സ്നേഹം. അവൻ എന്ന് നിങ്ങളെ കാണണമെന്ന് പറയണം, അന്ന് കണ്ടാ പോരെ. നാളെയാ റേസില് വേറെ ടോസ്റ്റ് സെലക്ട് ചെയ്തു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അതില്? ആ സാറേ അവിടെ ഒന്നും ഇല്ല. അവരുടെ വീട് എങ്ങോട്ടല്ലേ? ഞാൻ 2 ദിവസം മുഴുവൻ കട്ട് ചെയ്ത് പോയതാ. ഏയ്, ഇയാള് പറഞ്ഞ പണി അങ്ങോട്ട് ചെയ്താൽ മതി. അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാ. അത് അവിടെ 3-4 കമ്പ് വെട്ടാണ്ട് ചെന്നാ ചെയ്യ്. ചങ്ങായിട്ട് പറയാൻ മനസ്സിലാണല്ലോ. വെറുതെ TV കൊണ്ട് വീട്ടിലിരുന്ന ലീവ് ദിവസം. ഇയാളെന്തീ പെരുവരുത്തോണ്ടിരിക്കുന്നത്? പറഞ്ഞ പണി ചെയ്തോ പോരെ, ചെന്നങ്ങോട്ട് ചെയ്യ്. ആ സാറേ, ഞാനിപ്പോ ചെയ്യാം. 2-3 ഉണ്ട് കട്ട് ചെയ്യാൻ. അന്ന് ചെല്ല്, സമയം കളയണ്ട, ചെയ്തോ. കട്ട് ചെയ്യാൻ പോ. കടയൊന്നും കാണുന്നില്ല. വീട്ടുകാരില്ലേ എവിടെയും അപ്പൊ കാണുന്നില്ല. ഇതിനായിരുന്നല്ലേ? അപ്പൊ എന്തായാലും പുറത്തെവിടെയും പോകാൻ വഴിയില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. കുറച്ചു നേരം കൂടെ നമ്മുടെ പണിയെടുക്കട്ടെ, നിന്ന് നോക്കാം. എന്നാലും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണെങ്കിലും ചെയ്യാം. സാറേ, വീട്ടിൽ ഭാര്യ വിളിച്ചിട്ടുണ്ട്, നിർത്തോട്ടെ? ഡ്യൂട്ടി ടൈമിലാണ് ഫോൺ എടുക്കുന്നത്, അവരൊക്കെ പിന്നെ വിളിക്കും. കട്ടി ഫോൺ. വൈകുന്നേരേ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്, അതിനോട് വിളിച്ചാ. നിങ്ങളെ കൊണ്ട് തോറ്റല്ലതാമട്ട്. വെറുതെ എനിക്കിങ്ങനെ പണീന്റെ സമയത്ത് വരേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഫോണിലല്ലേ എപ്പോഴും. സാറേ, എനിക്കിന്ന് ലീവാ. വെറുതെ ഇല്ലാത്ത പണിക്ക് എന്നെയും കൂട്ടി വന്നു. എന്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് സംസാരിക്കണം. എനിക്ക് എന്റെ ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം. എല്ലാവർക്കും സാറിന് മതി ആകാൻ പറ്റില്ലല്ലോ. എന്നാ വേഗം എടുത്ത് സംസാരിക്കും. പണി തുടങ്ങാനുള്ള സമയം കളയല്ലേ. ഹലോ, ഇത് ബുക്ക് ചെയ്തോ? എത്ര മണിക്കോ? 5 മണിക്കോ? ഓ, ഞാൻ വരാം. ഇപ്പൊ വരാൻ പറ്റില്ല, എനിക്ക് കൂടുതലുണ്ട്. അയാളുടെ ഭാര്യ വീടിന്റെ അടുത്താ വന്നിട്ടുള്ളൂ. അയാൾ ഇവിടുന്ന് തോന്നിയില്ല. മൂപ്പര് ഭാര്യയുടെ അടുത്ത് പണിയും കൊണ്ടേ നമുക്ക് പണി തരിക. കിടക്കണ ഇല്ലാത്ത പണിയും പറഞ്ഞ് ഒരാളെ കൂട്ടി ഇങ്ങോട്ട് വരും. ആ, നീ കട്ട് ചെയ്തോ, ഞാൻ 5 മണിക്ക് എത്താം. ഓക്കെ. എന്താ നടന്നു പോന്ന്? ഓട്ടോയൊന്നും കിട്ടിയില്ലേ? ഇല്ല, ഓട്ടോ കിട്ടിയില്ല. ഇവിടെ നടക്കാനേ ഉള്ളു. എന്നാ കാറ് കയറ്, ഞാൻ കൊണ്ടുവിടാം. നിങ്ങൾ പോയിക്കോ, ഇവിടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കറിയാം നടക്കാൻ. അല്ല, നമുക്കൊന്ന് കാണാൻ പറ്റും. അതിനിപ്പോ എന്താ കാണാൻ പറ്റുമല്ലോ. എവിടെ വരണ്ടേ? ഇപ്പൊ വരട്ടെ? ഇപ്പൊ വർക്കിലല്ലേ? അതൊന്നും സാറില്ല, ഞാനിപ്പോ വരാം.
എന്നാ പിന്നെ ഗാന്ധി പാർക്കിന്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഞാൻ അവിടെ വരാം. ശരി. നമ്മളോട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഒന്നിങ്ങനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന്. എൻ്റെ വീട്ടിലന്ന് വന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതല്ലേ. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചതാണല്ലോ. പിന്നെ എന്തിനാ ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ എൻ്റെ പുറകെ വന്നിട്ട് സ്വയം വിഡ്ഢിയായിക്കൊണ്ടിരിക്കണം? തെറ്റിപ്പോ ആർക്കും പറ്റാലോ. അത് തിരുത്താനൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നല്ലേ വലിയ കാര്യം. ഞാനിപ്പോ നീ വിചാരിക്കുന്ന ഒരാളല്ല, ഒരുപാട് മാറി. പക്ഷെ അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ നീയും കുഞ്ഞും ഇല്ലാണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും മൗനും ഒക്കെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് മാത്രമല്ല, നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങും. വെറുതെ എന്തിനാ ഞങ്ങളുടെ ഉള്ള സമാധാനം കൂടി കളയാൻ നിൽക്കുന്നത്? ഒന്നുകിൽ വിളിച്ചാൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറകെ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് സംസാരിക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം. ഇതിപ്പോ ഒന്നും ചെയ്യാണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാം? ഞാനിപ്പോ സംസാരിക്കുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ മോന് നിങ്ങളോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഞാൻ വരികയാണെങ്കിൽ തന്നെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാം മറന്നു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതുവരെ അനുഭവിച്ചതും സഹിച്ചതൊന്നും ഒരു സെക്കൻഡ് കൊണ്ട് മറന്ന് വേറൊരാളാണെന്നുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങൾ പഴയ ആളൊന്നുമല്ല, ഒരുപാട് മാറിയെന്ന്. ഞങ്ങൾ കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാനും കുഞ്ഞും ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന വിചാരിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഒപ്പം ഞാൻ 5-8 വർഷം ജീവിച്ചതല്ലേ. അന്ന് നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോ ഞാൻ വന്നാലും എനിക്ക് നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. ഇനി ശല്യം ചെയ്യാൻ വരരുത്. ഞങ്ങൾ എന്തായാലും വരില്ല.